പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ജിം സിമുലേറ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കാണുന്ന സംഭവമില്ലേ അത് അൺലോക്ക് ചെയ്യണം. നമുക്ക് ഈ ജിം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മുടെ ജിമ്മിൽ തീരെ സ്ഥലമില്ല. പോരാത്തിന് ഇഷ്ടം പോലെ എക്യുപ്മെൻറ്റ്സ് വന്നു. അതുകൊണ്ട് നമ്മുടെ ജിമ്മ് ഒന്ന് കൺജസ്റ്റഡായി. നമ്മൾ ആ ജിമ്മ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റും. ഒരു മിനിറ്റ്, നമുക്ക് ഈ പട്ടീനെ ഒന്ന് പുറത്തിരുത്താം. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ എന്തിനാണാവോ പട്ടീനെ മേടിച്ചത്? അത് ഫുൾ ടൈം അവിടെ പുറത്തിരിക്കുക. ഇവിടെ പിന്നെ എൻ്റെ ജിമ്മിലില്ലേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ പുതിയ ടി വി വെച്ചു, ഒരു വെൻഡിങ് മെഷീൻ വെച്ചു, പിന്നെ എ സിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെൻഡിങ് മെഷീൻ പക്ഷേ കാലിയാണ്. അതിൽ നമുക്ക് ഐറ്റംസ് ഫില്ല് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഐറ്റംസ് ഫില്ല് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ അത്യാവശ്യം കാശുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ മെഷീൻ അങ്ങ് ഫുള്ളാക്കാം. നമുക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റും കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ വെൻഡിങ് മെഷീനിൽ ഐറ്റംസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്കാർ പൈസ ഇട്ടിട്ട് അത് മേടിച്ചോളും. ഇവിടെ പിന്നെ നമ്മുടെ പണിക്കാരും വന്നുട്ടാ. അവിടെ വിറ്റാമിൻ ബാറിൽ ചേച്ചി വന്നിട്ടുണ്ട്, നമ്മുടെ മെക്കാനിക്ക് വന്നിട്ടുണ്ട്, ക്ലീനർ വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ഗാർഡ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നിട്ടുണ്ട്, അതും അങ്ങ് എടുത്തു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലെവല് 8 ആയിട്ട് കേട്ടാ. ഒരു മിനിറ്റ്, ഒരു പടക്കം പൊട്ടണ സൗണ്ട് കിട്ടൂലോ. ഹൈ ശരി, ഒരുത്തൻ വായ നോക്കാൻ വന്നേക്കണ്. സെക്യൂരിറ്റിക്കാരൻ അടിച്ചു പിടിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മുടെ ലെവൽ 8 ആയി. അപ്പോൾ നമുക്ക് ഇതങ്ങ് മേടിക്കാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ രണ്ടാമത്തെ ജിമ്മ് കൂടി മേടിച്ചേക്കാണ്. ഇവിടെയും ഒരു സ്ഥലമുണ്ട്, നമുക്കിത് ഹാമർ വെച്ച് തുറക്കാം. എനിക്ക് തോന്നുന്നത് ഈ സൈഡിലത്തെ വിറ്റമിൻ ബാറാവുന്നു. ഈ ഡോർ എങ്ങനെ തുറന്നേക്കാണ്. ഓ, ഇത് വിറ്റാമിൻ ബാർ അല്ലാട്ടാ, ഇത് സ്വിമ്മിങ് പൂളാ. ഇത് കൊള്ളാലോ. ഇവിടെ നമുക്ക് സ്വിമ്മിങ് പൂള് ഫില്ല് ചെയ്യാനും പറ്റും, വെള്ളം നിറയ്ക്കാൻ പറ്റും. നമുക്കിപ്പോൾ തൽക്കാലം വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഓ, നമ്മുടെ ക്ലീനർ വന്നുട്ടാ. ഇപ്പോൾ ഈ സൈഡിലും കൂടിയും അയാൾ ക്ലീൻ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ ഡോർമേ എന്തോ പേപ്പറൊക്കെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ എടുത്ത് കളയാം. അത് കാണുമ്പോൾ ഭയങ്കര വൃത്തിയാടാ. ഇവിടെ ഇപ്പോൾ നമ്മളോട് ഈ വാളില്ലേ അത് പൊളിക്കാൻ പറയുന്നുണ്ട്. അത് പൊളിക്കേണ്ട ആവശ്യമുണ്ടാ? ആ ശരി, നമുക്കിത് പൊളിക്കാം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് സുഖമായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ വാള് പൊളിച്ച് കളഞ്ഞേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജിമ്മ് കുറച്ചുകൂടി എക്സ്പാൻഡ് ആയി. ഇനി നമുക്ക് കുറച്ചുകൂടി മെഷീൻസൊക്കെ കൊണ്ടുവരാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. നമുക്ക് ഇവിടുത്തെ ടൈലൊന്ന് മാറ്റിയാലോ? എൻ്റെ കയ്യിൽ ഒരു നീല കളർ ടൈലുണ്ട്. നമുക്ക് ഇത് വെച്ച് നോക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 ടൈല് മാത്രമേ ഉള്ളൂ. ഓ, ഈ ടൈല് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ, കാണാൻ ഭംഗിയുണ്ട്. നമുക്കപ്പോൾ കുറച്ചുകൂടി ടൈൽസ് ഓർഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ടൈലൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഇഷ്ടം പോലെ ടൈൽസൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കതൊക്കെ ഇവിടെ നിരത്തിയിടാം. മേടിച്ചത് അധികമായാ, ഒരു 600 എണ്ണമൊക്കെ മേടിച്ചു. നമുക്ക് ഇവിടെയും കൂടിയും ടൈൽ വെച്ച് കൊടുക്കാം. ഈ നീല ടൈല് കുഴപ്പമില്ല കേട്ടാ, കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് പക്ഷേ ഈ ഒരു ടൈല് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഈ കാണുന്ന ബ്രൗൺ കളർ ടൈലാ. അത് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ലോക്കർ റൂമിലും ടൈൽസ് വെക്കാണ്ട്, നമുക്ക് അവിടെയും കൂടി വെച്ച് കൊടുക്കാം. സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ടൈല് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ 2 ലോക്കർ റൂമിലും ടൈല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൈല് പണി അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ടൈല് ബാക്കിയുണ്ട്, അത് കിടന്നോട്ടെ. ഇവിടെ ഇപ്പോൾ ഇരുട്ടാവാറേ. ഇരുട്ടായത് ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ എക്യുപ്മെൻറ്റ്സ് ഇല്ലേ അത് ഒന്ന് ഓർഡറിൽ വെക്കണം. ഇവിടെ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം മേടിക്കാം കേട്ടോ, ഈ ചേഞ്ചിങ് ക്യൂബിക്കിള്. അത് നമുക്ക് ആവശ്യം വരും. നമ്മുടെ ജിമ്മിലിപ്പോൾ 4 എണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഷവർ ക്യാബിനും അതും ആവശ്യം വരും. പിന്നെ ഇവിടെ ലോക്കഡ് ക്യാബിനറ്റ് അതൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ മേടിക്കണ്ട. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ കുറേ പൈസ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ പൈസ കഴിഞ്ഞു തുടങ്ങി. നമുക്കപ്പോൾ ആ ഷവർ ക്യാബിനില്ലേ ഇവിടെ ഒരെണ്ണം വയ്ക്കാം. ഇവിടെ ഞാൻ പിന്നെ ലേഡീസിൻ്റെ ലോക്കർ റൂമിലേക്ക് കയറിയിട്ടാ. ഇവർ പക്ഷേ ഒന്നും പറഞ്ഞില്ല. നമുക്കപ്പോൾ ഒരെണ്ണം ഇവിടെ വെച്ച് കൊടുക്കാം. ലെറ്റ്സ് ഗോ.
ഇവിടെ 2 മതിയാവും. ഇനി അപ്പുറത്ത് ഒരെണ്ണം വയ്ക്കാം. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളില്ലേ, അവിടെയും ഒരു ലോക്കർ റൂമൊക്കെ വരുന്നുണ്ട്. ഈ ഷവർ ക്യാബിനപ്പോൾ അവിടെയും ആവശ്യം വരും. നമുക്കപ്പോൾ ഒരെണ്ണം കൂടി ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനം വെച്ച് കൊടുക്കാം കേട്ടോ, ആ ചേഞ്ചിങ് ക്യൂബിക്കിള്. ഓക്കെ, ഇവിടെ ഞാൻ 2 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ടോട്ടൽ 4 നമുക്ക് അതേപോലെ തന്നെ ഫീമെയിലും വെച്ച് കൊടുക്കാം. ഇവിടെയും ഒരു 2 കിടന്നോട്ടെ. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളില്ലേ, അവിടെയും വെക്കേണ്ടി വരും. ഓക്കെ, ഇവിടെയും കൂടി വെച്ചേക്കാണ്. ഇനി നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോവാം. ഇവിടെയും ഒരു ലോക്കർ റൂമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മറ്റേ ഷവർ റൂമില്ലേ, അത് വെച്ച് കൊടുക്കാം. അല്ല, ഇവിടെ എന്തിനാ ഷവർ ക്യാബിൻ? ഇവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ആൾക്കാർ കുളിക്കാനാണ് വരുന്നത്. പിന്നെ എന്തിനാ ഷവർ ക്യാബിൻ? നമുക്കിത് അപ്പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഷവറിൽ കുളിക്കേണ്ട ആൾക്കാർ ഇവിടേക്ക് വരാം, അല്ലാത്തൊരു നേരെ സ്വിമ്മിംഗ് പൂളിലേക്കും. അത് മതി. ഇനി നമുക്ക് ഈ കാണുന്ന എക്യുപ്മെൻറ്റ്സ് ഇല്ലേ, അത് ഒരു ഓർഡറിൽ വയ്ക്കാം. ഇവിടെ ഒരു റോല് നിറച്ച് ത്രെഡ്മിൽസ്, അടുത്ത റോല് നിറച്ച് ഡംബൽസ്, പിന്നെ സൈക്കിള്. അങ്ങനെ നമുക്ക് ഒരു ഓർഡറിൽ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റ്സും ഒരു ഓർഡറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജിമ്മ് കാണാനായിട്ട് കുറച്ചുകൂടി വൃത്തിയുണ്ട്, കുറച്ചുകൂടി സ്പേഷ്യസ് ആയി. ഇവിടെ പിന്നെ ഇരുട്ടാവും ചെയ്തു കേട്ടോ. സമയം 10 മണി. ആൾക്കാരൊക്കെ ജിമ്മിൽ നിന്ന് പോയി. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ജിം അങ്ങ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് നേരെ ക്ലബിലേക്ക് പോവാം. കഴിഞ്ഞ ഇവിടെ കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ മുമ്പിൽ പുതിയ ക്ലബ്ബൊക്കെ ഓപ്പണായി. നമുക്കപ്പോൾ ക്ലബിലേക്ക് പോവാം, അവിടെ പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുക. ഓക്കെ, ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിയോട് ഡാൻസ് കളിക്കേണ്ടോന്ന് ചോദിച്ചു നോക്കാം. ഈ ചേച്ചി സമ്മതിച്ചു കേട്ടോ. നമുക്കപ്പോൾ കുറച്ചു നേരം ഈ ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ചേച്ചിയോട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ ചേച്ചി അത് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പം എന്താണ്ടായേ? ഈ ചേച്ചി എൻ്റെ കൂടെ വരുന്നുണ്ട്. അയ്യോ, ഞാൻ ജസ്റ്റ് ഒരു തമാശയ്ക്ക് ചോദിച്ചതാ. ഈ ചേച്ചി അത് സീരിയസ് ആക്കി. ഈ ചേച്ചി ഇപ്പോൾ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അല്ല, എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകണ്ടേ? ജിമ്മിലേക്കാണോ? ജിമ്മിലേക്കാവില്ല, എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോവാം. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കാൻ പോണേ? ഇതൊരു സിമുലേഷൻ ഗെയിമാ. ഇത് വേറെന്തോ ഗെയിമായിട്ട് മാറിയല്ലോ. ഇതെന്തത്? ഒരിളക്കം. ഇപ്പോൾ ഇവിടെ നേരം വെളുത്തൂട്ടാ. നേരം വെളുത്തപ്പോൾ ആ പെണ്ണ് പോയി. എന്നാലും ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കണേ? ഞാൻ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. എൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.